Hey beauties, Assalamu alaikum. It's me, lovely Aishu. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അൽഹംദുലില്ലാ ഞാനും വീട് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്താഴത്തിന് എൻ്റെ സ്റ്റമക്കിൽ പ്ലിക്സ് കൊടുക്കുന്നുണ്ട് ബിഫോർ ഫുഡ്. അങ്ങനെ ഞാനിവിടെ പ്ലിക്സിൻ്റെ ആപ്പിൾ സൈഡർ വിനിഗർ വാട്ടർ കുടിച്ചിട്ട് കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. വൈറ്റ് റൈസ് വിത്ത് പൊട്ടറ്റോ കറി. ലെറ്റ്സ് ഹാവ് ഇറ്റ്. പിന്നെ ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുണ്ട്. ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടായിട്ടാണ് ഞാൻ ഇവിടെ എഡിറ്റ് ആക്കുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഉമ്മാൻ്റെ പിന്നെ മിറ്റുൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. എൻ്റെ ഉമ്മ മിറ്റിനോട് സംസാരിക്കണതാണ്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നതാണ്. ഓക്കെ, about going to Bangalore. Okay, inshallah. Guys, ഞാനിവിടെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി. ലെറ്റ്സ് ഹാവ് ഇറ്റ്. മാഷാ അല്ലാ, ഇവിടുത്തെ വ്യൂ നോക്കി ഗൈസ്, അടിപൊളി. ഗൈസ്, ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്, അതിനെക്കുറിച്ച് പിന്നെ പറയാമെന്ന് ഞാൻ നേരത്തെ അത്താഴം കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി, നിസ്കരിച്ചിട്ട് ഉറങ്ങി. ഓക്കെ, പിന്നെ പിന്നെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിന്, അതെല്ലാം ചെയ്തു. ഇപ്പോൾ എനിക്ക് ടൈം കിട്ടിയതാണ് വ്ളോഗ് എടുക്കാനും. സോ ഇന്ന് ഞാൻ ക്യാമറ നല്ല തടിച്ച പോലെ കാണുന്നല്ലേ. ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെയാണ് ഈദ് സെലിബ്രേറ്റ് ആക്കാൻ വിചാരിച്ചത്. ബട്ട് എൻ്റെ ഉമ്മ പറഞ്ഞ് ബാംഗ്ലൂർ അവിടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുമ്പോൾ ഒന്നിച്ചിട്ട് അവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം, എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രം അവിടെ മിസ്സാണ്. സോ എൻ്റെ ഉമ്മ അവിടേക്ക് തന്നെ വിളിച്ച്. സോ ഇന്ന് ഞാൻ പോയി. ഇൻഷാല്ലാ പെരുന്നാളൊക്കെ നല്ല അടിച്ച് പൊളിച്ചിട്ട് സെലിബ്രേറ്റ് ആക്കിയിട്ടല്ലേ ഇൻഷാല്ല ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരും. സോ ഇന്ന് ഞാൻ പോകുമ്പോൾ ബാഗ് പാക്ക് ആക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു, ബട്ട് കഴിഞ്ഞില്ല. സോ ഇന്ന് പോകുന്ന അതിൻ്റെ ഒരു കണ്ടൻറ്റ് ആവല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ബാംഗ്ലൂർ പോകുന്ന ഒരു വ്ളോഗ് എടുത്തതാണ്. ഇത് ഒരു ഡെയിലി വ്ളോഗ് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് നൈറ്റ് 8:15 ബസ്സുണ്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ബാക്ക് പാക്കും എല്ലാം ചെയ്യണം. ഞാൻ ഫ്രഷ് ആവണം. ഞാൻ നോമ്പ് തുറക്കാൻ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോൾ ജ്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് തുറക്കും. ബിക്കോസ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ അത് വേസ്റ്റ് ആവും. എനിക്ക് കുറേ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വ്യക്തി അത് ബാക്കിയാവും. ഞാൻ ഉണ്ടാകുന്നില്ല വീട്ടിൽ. സോ നമുക്ക് പെട്ടെന്ന് ബാക്ക് പാക്ക് ആക്കുക. ബിക്കോസ് ഓൾറെഡി ഈവനിങ് ആയിട്ടുണ്ട്, 4:30 ആയിട്ടുണ്ട്. സോ പെട്ടെന്ന് ബാഗ് റെഡി ആക്കുക, ഐ മീൻ ബാക്ക് പാക്ക് ആക്കുക. ഡ്രസ് പാക്ക് ആക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഡ്രസ്സിന് ഓർമ്മ വന്ന്, ഈ ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവോ, ആരെങ്കിലും പേജിൽ? ഇത് ഹിബ ഇത്ത ആണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഓക്കെ, ഞാൻ ഡ്രസ്സ് പാക്ക് ആക്കുമ്പോൾ ഈ ഡ്രസ്സും കൂടി പാക്ക് ചെയ്യുന്നുണ്ടായി. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എടുക്കാം. ഈ ഡ്രസ്സ് ഞാൻ ഇന്നലെ ജസ്റ്റ് നൈറ്റ് ഇട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വെൽറ്റും വരുന്നു. ഓക്കെ, ക്യാൻ സി നല്ല ഫ്രീ സൈസാണ്. പിന്നെ നല്ല ഡിസൈനർ, ഒരു കൊറിയൻ അവിടുത്തെ ആൾക്കാർ ഒക്കെ യൂസ് ആക്കുന്ന ടൈപ്സാണ്. എനിക്കിട്ട് പിന്നെ നല്ല കംഫർട്ടബിൾ ഫീലായി. ഇത് പ്രൊമോഷൻ ഒന്നല്ല ചെയ്യുന്നത്, ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് തരുന്നത്. ബിക്കോസ് ഇതിൻ്റെ ഫാബ്രിക് ഇല്ലേ, ഇതിൻ്റെ ഡിസൈനിനേക്കാളും നല്ലത് ഇതിൻ്റെ ഫാബ്രിക്കാണ് ഗൈസ്. ഇത് നല്ല ഭയങ്കര സ്ട്രെച്ചബിളാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ 22 പൊരക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് ഇത് ഗിഫ്റ്റായിട്ടാണ് തന്നത് ഹിബത്ത. സോ ഇൻഷാല്ല ഞാൻ അവർ ഡ്രസ്സിൻ്റെ ഒരു വേറെ പേജുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്സ് ഇങ്ങനത്തെ ഇത് മാത്രമല്ല, ഓക്കെ, വേറെ വേറെ വെസ്റ്റേൺ കളക്ഷൻസ് വേറെ വേറെ ഉണ്ട്, കുറേ ഉണ്ട്. പാകിസ്ഥാനി സൂട്ട്സ് ഉണ്ട്, അവരടുത്ത് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് DM ചെയ്യാം, പെട്ടെന്ന് മാത്രം പോയിട്ട് DM ചെയ്യണം. സോറി ഗൈസ്, എൻ്റെ അടുക്ക് എൻ്റെ ഉമ്മാൻ്റെ കോൾ വന്ന്, സോ ഞാൻ വീഡിയോ പാതിൽ നിർത്തിയതാണ്. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായതിന് എനിക്ക് ഇപ്പോൾ ഇത്താണ്ട് കുറേ ഞാൻ ഡ്രസ്സ് നോക്കി, വേറെ ഒരു ഐഡിയ ഉണ്ട് ഡ്രസ്സിൻ്റെ അന്ന്. അതിൽ എനിക്ക് കുറേ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബട്ട് അത് സ്റ്റോക്ക്ഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം അവർക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും പർച്ചേസ് ആക്കി എടുത്തോളൂ. സോ ഞാൻ നോക്കി വെച്ച ഡ്രസ്സ് എനിക്ക് കിട്ടില്ല, അത് സ്റ്റോക്ക്ഡ് ഔട്ട് ആയിരുന്നു. സോ എനിക്ക് ലാസ്റ്റ് ഹിബിത്ത ഈ ഡ്രസ്സ് തന്ന്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഓക്കെ, ഇതിൻ്റെ ഫാബ്രിക് നല്ല അടിപൊളിയാണ്. ഞാൻ വെറുതെ ഡയലോഗ് അടിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ നിങ്ങൾക്കും അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക. ഞാൻ എന്തായിട്ടും അവർ പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ആക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ബാക്ക് പാക്ക് ആക്കാം. ഗൈസ്, ഫൈനലി എൻ്റെ ഡ്രസ്സെല്ലാം ഇവിടെ പാക്ക് ആക്കിയിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മേക്കപ്സും പിന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റും, അത്ര വേറെ ഒന്നുമില്ല. ഗൈസ്, ഞാൻ ഇത് 2 ബോക്സ് എടുക്കാൻ മറന്നു പോയി. എൻ്റെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ് ഉണ്ട്, ഒരു ചെയിനാണ്, സ്റ്റാറും പിന്നെ മൂന്നായിട്ട് അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ, അത് പെരുന്നാൾക്കിടാന്ന് ഞാൻ എടുത്തതാണ്. പിന്നെ ഇതിൽ ഇയറിങ്സ് ഒക്കെ ഉണ്ട്. സോ ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലായിട്ട് എൻ്റെ ബാഗ് പാക്കാക്കിയിട്ട് കഴിഞ്ഞ് ഇപ്പം പെട്ടെന്ന് റെഡി ആവണം. റെഡി ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ ബസ് കയറിയിട്ടുണ്ട്. നല്ല ടയർഡായിന് കിടന്നിട്ടുണ്ട് ഞാൻ. സോ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ഹാവ് എ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ലവ് യു ഓൾ. ഗുഡ് മോർണിംഗ് ഗൈസ്. മാഷാ അല്ലാഹ്, ഞാൻ ക്യാമ്പ് ടൗണിലേക്ക് മുതൽ റാൻഡമായിട്ട് കണ്ടത് പള്ളി. ഫുള്ള് വില്ലേജാണ്. എക്സാക്റ്റ് പ്ലേസ് എവിടെയെന്ന് എനിക്ക് അറിയുന്നില്ല, ബട്ട് മൈസൂർ എന്ന് അറിയുന്നു. മൈസൂരിൽ എവിടെയോ ഞാനിപ്പോൾ ഉണ്ട്. ജസ്റ്റ് നേരത്തെ എണിച്ച് മാഷല്ല നല്ല സൺസെറ്റ്. നേരത്തെ എണിച്ചിട്ട് അവിടെ വാഷ്റൂമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ട് വന്ന് എനിക്കും ആ ഫേസിലൊരു ഉറക്കം കയറിയിട്ടുണ്ട്. ഉറങ്ങി എണിച്ചപ്പോൾ എല്ലാവരും ഫേസ് കാണാനില്ല. സോ അത് വലിയ കാര്യമില്ല പറഞ്ഞിട്ട്. പിന്നെ ഇനി ഞാൻ ബാംഗ്ലൂർ എത്തണമെങ്കിൽ 3 hours ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പിന്നെ 36 minutes സംതിങ് ഉണ്ട്. നല്ല ടയർഡായി. ഇവിടെ എനിക്ക് നേരെ ഉറക്കം കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ ബ്ലോക്കിൽ ട്രാപ്പായി. ഹേ ഗൈസ്, ബാംഗ്ലൂരിൽ നല്ല വെയിൽ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ഐ ഹോപ്പ്. ഊബർ ബുക്ക് ആക്കിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. ഹേ ഗൈസ്, അടുത്ത് അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി ഗൈസ്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും ഉമ്മ. നോക്കി ഗൈസ്, ഞാൻ വന്നപ്പം ഇതാ എൻ്റെ കുട്ടികൾ നോക്കി ഗൈസ്.
ഷോനു ഗൈസ് ഇതാണ്, ഇവിടാണ് എൻ്റെ കൂടെ എൻ്റെ പൊരലുണ്ടായത്. ഉമ്മ ഓനെ കൊണ്ടുവന്നിട്ടുണ്ടായി ലാസ്റ്റ് ടൈം. പേരു വാനു, എൻ്റെ പേരു വാനി വാനി വാനുമ്മ എനിക്ക് ചോടി എന്നോട് പേരു ഷോനു. എൻ്റെ കിടാവ് എൻ്റെ ബബ്ബ എൻ്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. എൻ്റെ ബബ്ബുഷു നോക്കി എൻ്റെ പൂച്ചകളൊക്കെ. ഇതിൻ്റെ പൂച്ചയല്ല, ഇവരെല്ലാം എൻ്റെ ബേബീസാണ്, എൻ്റെ കിഡ്സാണ്, കിഡീഷ്. ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് അല്ല, ഞാൻ വരുന്നത് കണ്ടിട്ട് എങ്ങനെ വന്ന് നോക്കി എൻ്റെ അടുത്ത് വേറെ ഒന്നും ഇവിടെ. ഇത് ഞാനും ഇതെൻ്റെ ഇത്തവും ഞങ്ങൾ ഇങ്ങനെയാണ് ഫൈറ്റിംഗ് ആക്കുന്നുണ്ടായി പണ്ട്. രാജി, ഇത് രാജിക്കല്ലേ? രാജി ഇതാരേ? ട്വൻട്രസ് വന്ന് ട്വൻട്രസ് ട്വൻറ്റിഷ് 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 Sona. Alhamdulillah, I'm so blessed guys to have this cute kitties in my life. Mashallah. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഓൺ കുറച്ച് കൂടുതൽ, ഓൺ ചെറുപ്പത്തിലേ എൻ്റെ കൂടെ ഉണ്ടായത്. എൻ്റെ ടുട്ടുഷു പുട്ടുഷു പുട്ടുഷു. കൈ കൊടുത്തെങ്കിൽ വരുന്നില്ല ഗൈസ്. എനിക്ക് ലിപ്സ് കാണിക്കണം, അപ്പൊ നല്ല കിഷ് തരണമാണ്. ഷോന ബാലും എൻ്റെ ഷോന, ഷോനൊരു കറ്റിൻ്റെ പപ്പറ് പപ്പറ് പപ്പറ്. രാസിക്കിനെ നോക്കി ഗൈസ്, എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കിടക്കുന്ന, ബിക്കോസ് ഓൻ്റെ തല മസാജാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഓൺ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ഗേറ്റിൻ്റെ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ മാഷാല്ലാ ക്യൂട്ട്, കുറേ മിസ്സാകുന്നുണ്ട് എനിക്ക് ഇവരെല്ലാവരെയും. ഇവരെ കണ്ടിട്ട് ഹാപ്പിയായി, അൽഹംദുലില്ലാ. എൻ്റെ ഉമ്മ, എൻ്റെ ഫ്രണ്ട് ഹഫി എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഫ്രെയിമാണിത്. എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ പകുതി പോയിട്ടുണ്ടല്ലേ. അത് പോയതല്ല, അത് ഞാൻ കട്ടാക്കി എടുത്തത് ഗൈസ്, ബിക്കോസ് അവിടെ സംതിങ് ഉണ്ടായിന് എനിക്കിഷ്ടമില്ലാത്തത്. സോ മീറ്റ് മൈ ബുബു. ബുബു ഹായ്, ബുബു ഹായ്. എന്നെ ഫുള്ള് കുളിപ്പിക്കണോ ഗൈസ്? ഇൻഷാല്ല പറ്റണമെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നു. എന്നിട്ട് സ്റ്റിച്ചെല്ലാം പോയി ഓപ്പറേഷൻ ആക്കണുണ്ട്. ഹേ, പിന്നെ ഇതാണ് എൻ്റെ റൂം, എൻ്റെ കബോർഡ്, എൻ്റെ ഡ്രസ്സിങ് ടേബിൾ. ഇപ്പം ഞാനില്ല ഇവിടെ. മൈ കബോർഡ്. സോ ഗൈസ്, ഞാൻ ഫൈനലി അൽഹംദുലില്ലാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ആണ്. ഫസ്റ്റ് പോയിട്ട് എൻ്റെ ഫേസ് കണ്ട് മനസ്സിലാവും ഒരു ഫ്രഷ്നെസ് ഇല്ല. ഇപ്പോൾ ഫുൾ ടയർഡ്നെസ് ആണുള്ളത്. നല്ല ടയർഡായിട്ടുണ്ട് ഗൈസ്. ബസ്സിൽ ട്രാവൽ ആക്കുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. എനിക്ക് ഈസി അല്ല, ബട്ട് മജ്ബൂരി. സോ ഇനി കുറേ സ്പീച്ച് ആക്കാതെ ഞാൻ ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ആക്കുന്നു. ഓക്കെ, എനിക്ക് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ആക്കണം, എൻ്റെ കിറ്റീസിൻ്റെ കൂടെ കുറച്ച് കളിക്കണം, പിന്നെ നല്ല ഒരു ഡീപ്പായിട്ട് റെസ്റ്റ് എടുക്കണം. ഇനി ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വ്ലോഗ് ത്രൂ കാണാം. ഐ ഹോപ്പ് ഞാൻ ഡെയിലി അല്ലെങ്കിലും ഒരു 2 days ഗ്യാപ്പ് എടുത്തിട്ട് വ്ലോഗ്സ് ഇടാൻ നോക്കുന്നു ഇൻഷാല്ല. നിങ്ങളെല്ലാവരും എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ആക്കിക്കൊണ്ടിരിക്കണം. ആൻഡ് ലവ് യു ഓൾ ഗൈസ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ദുആയിൽ എന്നെ എൻ്റെ ഫാമിലിനും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, പിന്നെ അള്ളാഹു മാലിക്ക് എല്ലാവരും ഖൈറിലാക്കട്ടെ. സോ ഓക്കെ,
ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ് ടിൽ ദ എൻഡ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. So, assalamu alaikum. Bye bye.